സംസ്ഥാനത്ത് പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി 2 നാൾ. അവസാന ലാപ്പിലേക്ക് കടന്നപ്പോൾ പ്രചാരണം ശക്തമാക്കുകയാണ് മുന്നണികൾ. അവസാന ഘട്ടത്തിൽ പ്രധാന നേതാക്കളെല്ലാം സജീവമായി രംഗത്തുണ്ട്. പരസ്യപ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഒട്ടും കുറവില്ല. രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി വീണ്ടും രംഗത്തെത്തി. ജോഡോ യാത്രയിലോ പത്രിക നൽകിയപ്പോഴോ രാഹുൽ പൗരത്വ ഭേദഗതി പരാമർശിച്ചില്ലെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. രാഹുലിനും മോദിക്കും ഒരേ സ്വരമെന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പിണറായിയുടെയും മോദിയുടെയും ലക്ഷ്യം രാഹുൽ എന്നായിരുന്നു ഇതിന് പ്രതിപക്ഷ നേതാവ് നൽകിയ മറുപടി. പ്രചാരണത്തിൽ പൗരത്വ ഭേദഗതിയും ലീഗിന്റെ കൊടിയുമെല്ലാം സജീവമായി ഇടതുപക്ഷം ഉന്നയിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കുകയായിരുന്നു കോൺഗ്രസും ബി.ജെ.പിയും. ഭരണവിരുദ്ധ വികാരം ശക്തമായി ഉന്നയിച്ച കോൺഗ്രസ് മാസപ്പടി അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിയിരുന്നു. കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങളായിരുന്നു ബി.ജെ.പിയുടെ പ്രചരണായുധം. പ്രധാനമന്ത്രിയും ഈ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സജീവമാക്കിയിരുന്നു. സൈബർ ആക്രമണവും വീട്ടിലെ വോട്ടുമെല്ലാം ചർച്ചയാകുന്നുണ്ട്. സീതാറാം യെച്ചൂരി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഡി.കെ. ശിവകുമാർ, ജെ.പി. നദ്ദ അടക്കമുള്ള നേതാക്കളെല്ലാം പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. ശക്തമായ ത്രികോണ മത്സരം നടക്കാൻ സാധ്യതയുള്ള തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാന നേതാക്കൾ പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. പരസ്യ പ്രചാരണത്തിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രചരണ രംഗം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ. ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട 2 കക്ഷികൾ പരസ്പരം മത്സരിക്കുന്നു എന്നതിനാൽ ദേശീയ തലത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഏറെ ശ്രദ്ധയാകർഷിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.